നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജൻറ്റീനയെ പരിക്ക് വല്ലാതെ ഉലച്ചു കളഞ്ഞ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കാണിത്. സാക്ഷാൽ ലയണൽ മെസ്സി പോലും പരിക്കേറ്റിപ്പോൾ പുറത്താണ്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിനിടയ്ക്ക് അർജൻറ്റീൻ താരങ്ങളെ ആരൊക്കെയാണ് അവർക്ക് നഷ്ടമായത് എന്ന്. ആദ്യം പ്രഖ്യാപിച്ച സ്ക്വാഡിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു ലയണൽ സ്കലോനിക്ക്. സ്ക്വാഡ് പ്രഖ്യാപിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് പോയ ആളാണ് മാർക്കോസ് സെൻസി. അദ്ദേഹത്തിന് പരിക്കുണ്ട് എന്ന് കൺഫേം ചെയ്യുന്നു. അതോടുകൂടി അദ്ദേഹത്തെ ഒഴിവാക്കേണ്ടി വരുന്നു. പകരം സ്കലോനി നിക്കോളാസ് വാലന്റീനിയെ ടീമിലേക്ക് എടുക്കുകയായിരുന്നു. പൗളോ ഡിബാലയായിരുന്നു അടുത്തത്. ഡിബാല കഴിഞ്ഞ ശനിയാഴ്ചയാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതായിട്ടുള്ള വിവരം വരുന്നത്. ഒരു ചെറിയ ഇഞ്ചുറിയാണ്, ഒരു പക്ഷേ അഡക്ടർ ഇഞ്ചുറി എന്ന രൂപത്തിലാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഡിസ്കംഫർട്ട് ഉണ്ട്. അപ്പം റിസ്ക് എടുക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ട് പൗളോ ഡിബാലയെ ഒഴിവാക്കുകയായിരുന്നു. രണ്ടാമതായിട്ട് പുറത്തേക്ക് പോയ താരം പൗളോ ഡിബാലയാണ്. പിന്നെ ലയണൽ മെസ്സിയുടെ കാര്യം. ലയണൽ മെസ്സിക്ക് MLS കളിക്കുന്നതിനിടയ്ക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ വന്നു. ശരിക്കും കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിനിടക്കാണ് ആ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. MLS ഒരു കളി അദ്ദേഹം മിസ് ചെയ്യുകയും ചെയ്തു. വീണ്ടും അദ്ദേഹം നാഷണൽ FC-ക്കെതിരെയുള്ള കളി കളിച്ചു. അപ്പോൾ വീണ്ടും പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും അദ്ദേഹം ഫിറ്റല്ല എന്നുള്ളത് കൊണ്ട് മെസ്സി പുറത്തേക്ക് പോകുന്നു എന്നത് കഴിഞ്ഞ ദിവസം അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ കൺഫേം ചെയ്യുകയായിരുന്നു. അധികം വൈകിയില്ല. എസിക്കിയൽ പലാസിയോസിന് പരിക്കാണ് എന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്നു. പലാസിയോസ് കൂടി പുറത്തേക്ക് പോകുന്നു. പകരം ഗോയ്ഡോ റോഡ്രിഗസിനെ ടീമിലേക്ക് എടുത്തു. ഇപ്പം ലിസാൻഡ്രോ മാർട്ടിനസ് ഓൾറെഡി അദ്ദേഹം പരിക്കേറ്റ് പുറത്താണ്. ടീമിനോടൊപ്പം അദ്ദേഹം ട്രാവൽ ചെയ്യും എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അദ്ദേഹം ട്രാവൽ ചെയ്യുന്നു. പക്ഷേ എന്നാൽ പോലും അദ്ദേഹം കളിക്കില്ല എന്ന കാര്യവും ഉറപ്പാണ്. ഇതാണ് ഇപ്പം അർജന്റീനക്ക് വന്ന വലിയ തിരിച്ചടി. ലിയോ മെസ്സി അടക്കമുള്ള പ്രധാന താരങ്ങൾ പുറത്തു പോകുന്നൊരവസ്ഥ. അപ്പം ഇപ്പം അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്ക്വാഡ്, അടുത്ത കളി വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ശനിയാഴ്ച രാവിലെ ആയിരിക്കും ആ കളി കാണാൻ പറ്റുക. എൽ സാൽവഡോറിനെതിരെയാണ്. ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള സ്ക്വാഡ് നോക്കാം. ഗോൾ കീപ്പർമാരായിട്ട് ഫ്രാങ്കോ അർബാനി, വാൾട്ടർ ബെനീറ്റസ്, എമിലിയാനോ മാർട്ടിനസ്. ഡിഫൻഡർമാരായിട്ട് ജർമൻ പെസല്ല, നാഹ്വിൻ പരസ്, നിക്കോളാസ് ഓട്ടാമെൻഡി, ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, നാഹ്വേൽ മൊളീന, വാലന്റൈൻ ബാർക്കോ, നിക്കോളാസ് വാലന്റീനി, ലിസാൻഡ്രോ മാർട്ടിനസ്. മധ്യനിരയിലേക്കുള്ളത് ഗോയ്ഡോ റോഡ്രിഗസ്, റോഡ്രിഗോ ഡിപോൾ, ലിയാൻഡ്രോ പെരേഡസ്, അലക്സിസ് മാക്കലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, ജിയോവാനി ലോച്ചെൽസോ, നിക്കോളാസ് ഗോൺസാലസ്, ഫെക്കുണ്ടോ ബെർനാറ്റെ, വാലന്റീൻ കർബോണി, ആംഗേൽ ഡി മരിയ. മുന്നേറ്റത്തിൽ അലിയാന്ദ്ര ഗർനാച്ചോ, ഹുലിൻ ആൽവരസ്, ലൗട്രോ മാർട്ടിനസ്. എന്തായാലും 2 എതിരാളികളും അത്ര കരുത്തരല്ല. എൽ സാൽവഡോറും കോസ്റ്റാറിക്കയുമാണ്. അർജന്റീന തകർപ്പൻ വിജയം മെസ്സിയുടെ അഭാവത്തിൽ നേടുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.